അല്പസമയ വചന ശുശ്രൂഷയ്ക്കായിട്ടൊരു വേദവചനം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. അനുഗ്രഹീതമായ ഈ ദൈവവചനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ പീരീഡിൽ ഒരു ദിവസം കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു വിഷയം സംബന്ധിച്ച് തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ എന്നുള്ള ആ ചിന്താഗതി, അല്ലെങ്കിൽ ആ വലിയവൻ എന്ന വ്യക്തി വലിയവനായി കാണണം, അല്ലെങ്കിൽ വലിയവൻ എന്ന് അറിയപ്പെടേണ്ടുന്ന വ്യക്തി ആരാണ് എന്നുള്ള ഒരു വാദം ദൈവസന്നിധിയിലെത്തി. ശിമോൻ പത്രോസാവാണോ, ഇനി യാക്കോബാണോ, യോഹന്നാനാണോ, അല്ല ഇവരിൽ മൂവരും അല്ല വേറെ ആരെങ്കിലും ആണോ എന്നുള്ള ഒരു വിഷയമാണ് സന്ദർഭോചിതമായി നമ്മളിവിടെ വായിച്ചു പഠിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ ഈ വിഷയത്തി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവരോട് ഉപദേശം പറഞ്ഞു മനസ്സിലാക്കി, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവരാജ്യത്തിൻ്റെ മഹിമ അവർക്ക് മനസ്സിലാകേണ്ടതിന് കർത്താവ് ഒരു ശിശുവിനെ ശിഷ്യന്മാരുടെ അടുക്കൽ യേശുവിൻ്റെ അരികെ വിളിച്ചു നിർത്തിയിട്ട്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകണം, തന്നെത്താൻ താഴ്ത്തണം, എന്നാൽ മാത്രമേ സ്വർഗത്തിൽ വലിയവനാകുവാൻ പറ്റുകയുള്ളൂ, അതും ഏറ്റവും വലിയവൻ. ഇപ്പം ദൈവം യേശുക്രിസ്തു മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ലോകത്തിലുള്ള എല്ലാവരിലോ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവിന് ആഗ്രഹം ഉണ്ടാകണം എന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണം? ഈ ഭൂമിയിൽ വെച്ചൊരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നത് എങ്ങനെയാണ്? ആദ്യം ശിഷ്യനാകണമല്ലോ. ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുക എന്ന് പറഞ്ഞാൽ അതിനൊരു യോഗ്യതയുണ്ട്. യോഗ്യത അനുസരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കണം. അത് ഈ ഭൂമിയിലെ സർട്ടിഫിക്കറ്റ് അല്ല, സ്വർഗത്തിലെ സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് യേശുക്രിസ്തു ആകുന്നു. ആ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ പത്രോസിൻ്റെ ഉപദേശം അനുസരിച്ചേ മതിയാവും. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെമ്പാടും ചുറ്റി സഞ്ചരിച്ച് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്യുന്നവരെ സത്യോപദേശം പഠിപ്പിച്ചുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഇതര വിശ്വാസ കൂട്ടായ്മകളിൽ ഈ വചനത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയല്ല അവർ സ്നാനപ്പെടുത്തുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൽപ്പിച്ചിരിക്കുകയെ
നാമത്തിൽ സ്നാനപ്പെടുത്താതെ, അതായത് പേരിൽ സ്നാനപ്പെടുത്താതെ, ഈ വിഷയം മാത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്നാനപ്പെടുത്തുന്നത് മുഖാന്തരം കർത്താവിനെ പരിഹസിക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയാണ്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ സ്നാനപ്പെടുവാനാണ് കൽപ്പിച്ചത്. എന്നാൽ ആ പേര് എന്താണെന്ന് മനസ്സിലാക്കി ആ പേരിൽ ചെയ്യാതെ കർത്താവ് അങ്ങനെ കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എന്താണോ കൽപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ കർത്താവിനെ പരിഹസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇന്ന് ഇതര ക്രിസ്ത്യ സമൂഹങ്ങളെല്ലാം ചെയ്യുന്നത്. ചിലർ മുതിർന്നവരെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. ചിലർ കുഞ്ഞുങ്ങളെ ഈ പേരിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെള്ളം തളിച്ചെടുക്കുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇല്ലെങ്കിൽ ചിലർ ഒരു കൊടിയുടെ കീഴിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഒന്നുകിൽ കൊടിയുടെ കീഴിൽ കൂടെ പറയുന്നു, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പിടിച്ച് വെള്ളം തളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ചിലർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുക്കിയെടുക്കുന്നു, വെള്ളത്തിൽ പൂർണ്ണമായും നിമജ്ജനം ചെയ്ത് എടുക്കുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്താൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് ഒരു വ്യക്തി യേശുവിൻ്റെ ശിഷ്യനായി തീരണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 13:20 പറയുന്ന അനുസരിച്ച്, സത്യം സത്യമായി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്ന നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പം യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവിനെ കൈക്കൊള്ളണമെങ്കിൽ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ കൈക്കൊള്ളണം. അപ്പോസ്തോലിക ഉപദേശമാണ് അപ്പോസ്തല പ്രവൃത്തി 2:38 മുതൽ താഴോട്ട് വായിക്കുന്നത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടണം. എന്തിനാ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടുന്നത്? യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെട്ടാലേ പാപമോചനം ലഭിക്കുള്ളൂ. പ്രിയരെ, ഈ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടുന്നതിന് എന്തിനാണ് ഇത്രയധികം നിങ്ങൾ ബലം പിടിക്കുന്നത്? ഇത് യേശു ക്രിസ്തു എന്നുള്ള പേര് മഹാദൈവത്തിൻ്റെ പേരല്ലയോ? സ്നാനപ്പെടുന്നത് കൊണ്ട് എന്തെല്ലാം ലഭിക്കുന്നു നിങ്ങൾക്കറിയാമോ? 1, പാപമോചനം ലഭിക്കുന്നു. 2, യേശു ക്രിസ്തു എന്ന പേരിനെ ധരിക്കുന്നു. 3, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോട് പങ്കാളിത്തം വഹിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിനോട് ചേരുന്നു. ഇപ്പം യേശു ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പേര് വേണ്ടേ? നമ്മൾ വാക്കിനാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവിന് മഹത്വം കൊടുക്കണമെന്ന കർത്താവിൻ്റെ കൽപ്പന, അതായത് അപ്പോസ്തോലിക കൽപ്പന. ഈ കൽപ്പനകൾ നമ്മൾ ചെവിക്കൊള്ളാതെ നമുക്ക് പാപമോചനം പ്രാപിച്ചിട്ടില്ലാത്ത സ്നാനം കൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. യേശുവിൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. യേശുവിൻ്റെ ശിഷ്യനായി ഭൂമിയിൽ ആർക്കെങ്കിലും തീരണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാണ് യേശു ക്രിസ്തു എന്നുള്ളത്. ഈ പേര് സ്നാപകൻ ഉച്ചരിക്കാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമെന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കില്ല. അഥവാ സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ, ഞാൻ നിങ്ങളെ പാപങ്ങളുടെ മോചനത്തിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേരായ യേശു ക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തിയാലോ നിശ്ചയമായും പാപമോചനം ലഭിക്കും.
നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമായ യേശുക്രിസ്തു എന്ന് പറഞ്ഞില്ലെങ്കിലും യേശുക്രിസ്തു എന്ന് പേര് പറഞ്ഞാലും മതി പാവമോചനം ലഭിക്കുവാൻ. യേശുക്രിസ്തു എന്ന പേര് ഉച്ചരിക്കാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടാൽ ഏതൊരു വ്യക്തിക്കും ഈ ഭൂമിയിൽ വെച്ച് പാവമോചനം ലഭിക്കില്ല. പാവമോചനം ലഭിക്കാത്ത ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റിയല്ല. പാവിക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങൾ, പ്രവർത്തികൾ, വേർപാടുകൾ, വിശുദ്ധി, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും അത് പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാതെ പോയാൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല പ്രിയരെ, നിത്യനരകത്തിലേക്ക് പോവുകയുള്ളൂ. കാരണം മനുഷ്യവർഗത്തിന്മേൽ പിശാച് സ്ഥാപിച്ചിരിക്കുന്ന മരണമെന്ന കീറാമുട്ടി ഇത് പാപത്താലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നമ്മൾ പാപം സംബന്ധിച്ചാണ് ഗർഭം ധരിക്കപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ. അങ്ങനെയെങ്കിൽ അവർ പ്രസവിച്ചത് പാപത്തെയാണ്. പാപത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭാവിയും ദൈവരാജ്യം അവകാശമാക്കില്ല. അതുകൊണ്ട് പ്രിയരെ, ഈ ഭൂമിയിൽ നിങ്ങൾ ക്രിസ്ത്യാനിയായി പെന്തക്കോസുകാരായി ജീവിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനെ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട് കഴിഞ്ഞാൽ പാവമോചനം പ്രാപിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനാകുന്നു, സഹോദരനാകാൻ കഴിയുന്നു, യേശുക്രിസ്തുവിനോട് കൂടെ ഈ ഭൂമിയിൽ വസിച്ച് കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നു, യേശുക്രിസ്തു ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ആര് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ആണോ സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നത്? സ്ഥലം ഒരുക്കാൻ പോകുന്നത്. ആ നാമമാണ്. പക്ഷെ അതാരാണ്? യേശുക്രിസ്തു എന്ന പേരാണ്. ഇപ്പൊ സ്വർഗത്തിൽ സ്ഥലം ഒരുക്കുന്നത് യേശുക്രിസ്തു എന്ന പേരിന്റെ ഉടമസ്ഥനാണ്. അങ്ങനെയെങ്കിൽ സ്ഥലം ഒരുക്കുന്നത് ഏത് പേരിലാണ്? യേശുക്രിസ്തു എന്ന പേരിലാണ് സ്ഥലം ഒരുക്കുന്നത്. ഇപ്പൊ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിലൂടുവാൻ ആർക്കും കഴിയില്ല. ഇപ്പൊ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ വീട് പണിയുന്നത്, സ്ഥലം ഒരുക്കപ്പെടുന്നത്. ആ പേരിലൂടെ അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനോ നമുക്കൊരു സ്ഥലം അവിടെ ഒരുക്കപ്പെടുവാനോ സാധ്യമല്ല. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരാണ് യേശുവിൻ്റെ ശിഷ്യൻ. ഈ ശിഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു 4-ാം വാക്യത്തിൽ, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ, അവനാണ് ശിഷ്യൻ. തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിക്കപ്പെടും. പ്രിയരെ, സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുവീൻ. സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? അത് ദൈവമല്ലേ? ദൈവത്തിന്റെ പേരാണ് യേശുക്രിസ്തു. ഇപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ ആയിത്തീരണമെന്നാണ് ദൈവം പത്രോസ് മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന അപ്പോസ്തോലിക ഉപദേശപ്രകാരം ഈ ഭൂമിയിൽ സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ വിശുദ്ധനെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്കും ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. അവന്റെ പ്രത്യേകത എന്താണ്? അവൻ തന്നെത്താൻ താഴ്ത്തുന്നവനാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിൻ്റെ ശിഷ്യനായി തീരണമെങ്കിൽ നാം
പത്രോസിന്റെ ഉപദേശം അനുസരിച്ചേ പറ്റൂ. യേശു തൻ്റെ ശിഷ്യനാകുന്ന പത്രോസിന്റെ വീട്ടുപേര് പറഞ്ഞ്, കുടുംബ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു: ബരയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ബറിയോന ശിമോനെ എന്ന് വിളിച്ചിരിക്കുന്നത് അവന്റെ വീട്ടുപേരാണ്, അല്ലെങ്കിൽ അവനെ കുറിച്ച് ലോകത്തിലുള്ള അഡ്രസ്സാണ്. എന്നാൽ പത്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ അഡ്രസ് അല്ല. പത്രോസ് എന്നുള്ളത് ദൈവത്തിന്റെ, ക്രിസ്തുവേശുവിന്റെ ഒരു മറുപേരാണ്. അതായത് ദൈവത്തിന്റെ, സത്യത്തിന്റെ, ക്രൂശിന്റെ വചനത്തിന്റെ, അല്ലെങ്കിൽ ക്രൂശിന്റെ വചനത്തിന്റെ ഒരു മറുപേരാണ് പത്രോസ് എന്നുള്ളത്. അതൊരു വ്യക്തിയുടെ പേരാണോ എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു അവനെ വ്യക്തിയാക്കി, വ്യക്തി എന്ന പേരിലാണ് അവനെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ ദൈവസഭയുടെ എല്ലാം സ്ഥാനാധിപതിയാകുന്നത് കൊണ്ട്, യേശുക്രിസ്തു മുഖാന്തരം സ്ഥാനാധിപതിയാകുന്നത് കൊണ്ട് അതൊരു വ്യക്തിയുടെ പേരാണെങ്കിലും, ഈ ഭൂമിയിൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരുടെ എല്ലാവരുടെയും കൂടെ പേരാണ് പത്രോസ്. എന്താണ് തെളിവ്? ഗലാത്യ ലേഖനം 1:8 പറയുന്നു: ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിലൊരു ദൂതനാകട്ടെ നിങ്ങളോടൊരു സുവിശേഷം അഥവാ ഉപദേശം പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആരാണ് ഞങ്ങൾ? ദൈവത്തിന്റെ ദാസനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയത്. പൗലോസിനെ ക്രിസ്തുവേശുവിലേക്ക് നടത്തിയത് അനന്യാസ് പത്രോസിന്റെ ശിഷ്യൻ. അർത്ഥാൽ യേശുക്രിസ്തുവിന്റെ ദാസനാകുന്ന പത്രോസ് മുഖാന്തരം പെന്തക്കോസ്ത് നാളിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക ഉപദേശത്തിന് വിപരീതമായി ശീമോൻ പത്രോസ് സംസാരിച്ചാലും, അനന്യാസ് സംസാരിച്ചാലും, പൗലോസ് സംസാരിച്ചാലും, വേറൊരു അപ്പോസ്തലൻ സംസാരിച്ചാലും, ഈ ഭൂമിയിൽ വേറൊരു വിശുദ്ധൻ സംസാരിച്ചാലും, സ്വർഗത്തിലൊരു ദൂതം എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഏത് ഉപദേശത്തിന് വിരോധമായി? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും എന്നുള്ള ഈ ദൈവിക ഉപദേശത്തിന് വിരോധമായി ആര് ഈ ഭൂമിയിൽ സംസാരിച്ചാലും, ഈ ഉപദേശം തെറ്റാണ്, കളവാണ് എന്ന് പറഞ്ഞാൽ, ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ ഉപദേശത്തിന് വിരോധമായി ശീമോൻ പത്രോസ് പറഞ്ഞാലും ശപിക്കപ്പെട്ടവനാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ദുരുപദേശമാണെന്ന് പഠിപ്പിക്കുന്ന വ്യക്തി, ഈ പറയുന്ന വ്യക്തി താങ്കൾ ശപിക്കപ്പെട്ടവനാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. കർത്താവ് മധ്യാകാശത്ത് വന്നിട്ട് ഇവിടെ കയറി വരുവീൻ എന്ന് വിളിക്കുമ്പോൾ ഈ ശപിക്കപ്പെട്ടവരെല്ലാം കൂടെ രൂപാന്തരം പ്രാപിച്ച് സ്വർഗലോകത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് സ്നാനപ്പെടുത്തണം സ്നാപകൻ ഈ ദൈവിക ഉപദേശത്തിന് വിരോധമായോ, ഈ ഉപദേശത്തെ മറിച്ച് കളയുകയോ, ഈ ഉപദേശം തെറ്റാണെന്ന് പഠിപ്പിക്കുകയോ, ഈ ഉപദേശം ശരിയല്ല എന്ന് പ്രബോധിപ്പിക്കുകയോ, മറ്റുള്ളവരെ അങ്ങനെ പറഞ്ഞ് മറിച്ച് കളയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പത്രോസിന്റെ ഉപദേശം അനുസരിക്കുന്ന വ്യക്തിയെ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിക്കപ്പെടുന്നത്? പത്രോസിന്റെ ഉപദേശപ്രകാരം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ താങ്കൾ യേശുക്രിസ്തുവിന്റെ പേരിൽ പാപമോചിതനായി തീരുകയാണ്. ഒന്നാമത്തെ യോഗ്യത. ആകയാൽ താങ്കളുടെ ആത്മാവും ജീവനും ശരീരവും ഒരേപോലെ പാപരഹിതമായി തീരുന്നു. ഇക്കാരണത്താൽ
നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ദൈവം അയക്കുന്നു. മറിയത്തിന്റെ ഗർഭപാത്രത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഞാനിതാ കർത്താവിന്റെ ദാസി ദൈവഗീതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മറിയത്തിന്റെ ഗർഭപാത്രത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നതുപോലെ, ദൈവശക്തി നിഴലിട്ടതുപോലെ, സ്നാപകൻ പാപങ്ങളുടെ മോചനത്തിന് ഞാൻ നിന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ, സ്നാനപ്പെടുത്തുന്ന വ്യക്തിക്കല്ല, സ്നാനപ്പെടുന്ന വ്യക്തിക്ക് ആത്മാവിലും ജീവനിലും ശരീരത്തിലും പാപമോചനം ലഭിക്കുന്നു. ഇക്കാരണങ്ങളാൽ ആ വ്യക്തി പാപരഹിതനാകുന്നു. പാപരഹിതമായ ഹൃദയത്തിലേക്ക്, പാപരഹിതമായ ശരീരത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവം അയക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ പാപമോചനം പ്രാപിക്കപ്പെട്ട വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം അയക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവെന്ന ദാനം അയക്കപ്പെട്ടാൽ മാത്രമേ സഹോദര, സഹോദരി, പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നിന്റെ ഹൃദയത്തിൽ ദൈവം വീണ്ടും ജനിക്കുള്ളൂ. ആരാണ് വീണ്ടും ജനിക്കുന്നത്? വചനമാണ് വീണ്ടും ജനിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് വീണ്ടും ജനിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ നിന്റെ സഹോദര, നിന്റെ താങ്കളുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കുള്ളൂ. അതായത് താങ്കൾ വീണ്ടും ജനിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ജനിക്കുന്നത് ആരാണ്? താങ്കളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവാണ് ജനിക്കുന്നത്. വചനമാണ് ജഡമായി തീരുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ സത്യത്തിന്റെ ക്രൂശിന്റെ വചനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നത്. ഈ ക്രൂശിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കണമെങ്കിൽ ഈ ക്രൂശിന്റെ വചനം ആരാകുന്നു? യേശുക്രിസ്തു ആകുന്നു. ആകയാൽ പരിശുദ്ധാത്മാവിന്റെ പേരെന്താണ്? യേശുക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 62-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ, ജീവിക്കുന്നത് ആത്മാവാകുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഈ ജീവിപ്പിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞൂടെ ആരെയാ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ, അപ്പോസ്തലന്മാർ കണ്ടേ, അവൻ സ്വർഗാരോഹണം ചെയ്യുന്നത് അപ്പോസ്തലന്മാർ കണ്ടു. അങ്ങനെയെങ്കിൽ ആ കണ്ടത് ആരെയാകുന്നു? പരിശുദ്ധാത്മാവിനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ജീവിപ്പിക്കുന്ന ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ്. അപ്പൊ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാണുന്നത് ആരെയാകുന്നു? പരിശുദ്ധാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവിനെയാണ് ഹൃദയത്തിലേക്ക് അയക്കുന്ന. ആരുടെ ഹൃദയത്തിൽ? സ്നാപകൻ പാപങ്ങളുടെ മോചനത്തിന് ഞാൻ നിന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ, സ്നാനപ്പെട്ട് അവൻ വെള്ളത്താൽ പൂർണ്ണമായി നിബഞ്ജനം ചെയ്ത് എന്നിട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ശരീരത്തിലേക്ക് ദൈവം എന്തയക്കുന്നു? പരിശുദ്ധാത്മാവെന്ന ദാനത്തെ അയക്കുന്നു. അഥവാ യേശുക്രിസ്തു എന്ന പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. അപ്പോഴാ ഹൃദയത്തിൽ എന്ത് നടക്കുന്നു? വീണ്ടും ജനനം നടക്കുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ജനനം നടക്കണം. എന്തു വേണം? പാപമോചനം വേണം. പാപമോചനം നടക്കാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കില്ല. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ
പരിശുദ്ധാത്മാവിന് ദൈവം അയച്ചിട്ടുമില്ല, വീണ്ടും ജനനം നടന്നിട്ടുമില്ല. വീണ്ടും ജനനം പ്രാപിക്കാതെ സ്വർഗത്തിൽ പോകുമോ? യോഹന്ന സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-5 വാക്യം. ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കണം. ദൈവരാജ്യം എങ്ങനെ ഇരിക്കണം എന്ന് കാണണമെങ്കിൽ വീണ്ടും ജനിക്കണം. അതിൽ കടക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ശ്രദ്ധിച്ചാട്ടെ. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്ന സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ഏറ്റവും വലിയവൻ. ഈ ഏറ്റവും വലിയവൻ ആരാണ്? യേശുക്രിസ്തു മാത്രമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സർവനാമത്തിലും മേലായ നാമവും ഏറ്റവും അധികാരിയും ഏറ്റവും വലിയ അധികാരിയും സർവാധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തു എന്ന പേരിനാണ്. യേശുക്രിസ്തു എന്ന പേര് സമയം യേശുക്രിസ്തു എന്ന വ്യക്തിക്ക്. അപ്പൊ യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. ഈ ഏറ്റവും വലിയവനായി യേശുക്രിസ്തു ഏതൊരു ഹൃദയത്തിൽ ജനിക്കുന്നുവോ ആ ജനിക്കപ്പെടുന്ന ഹൃദയത്തിന്റെ ഉടമസ്ഥനാണ് ഈ തന്നെത്താൻ താഴ്ത്തുന്നവൻ, യേശുവിന്റെ ശിഷ്യൻ. ഈ ശിഷ്യനാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. സ്വർഗത്തിൽ ഏറ്റവും വലിയവനാകണമെങ്കിൽ, കർത്താവ് അങ്ങനെ ആക്കാൻ ഒരുവനെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ആ വ്യക്തി ആരാകണം? ആ വ്യക്തി ആരംഭത്തിൽ പാപമോചനം പ്രാപിക്കണം. പാപമോചനത്തിലൂടെ യേശുക്രിസ്തു ആ വ്യക്തിയിൽ ജനിക്കപ്പെടണം. യേശുക്രിസ്തു ആ വ്യക്തിയിൽ ജനിച്ചത് കൊണ്ട് മാത്രം പോരാ, പിന്നെയോ ആ വ്യക്തി താഴ്മയുള്ളവനായി, എളിമത്വമുള്ളവനായി, വിനയമുള്ളവനായി വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ തന്നെത്താൻ താഴ്ത്തി എളിമത്വം ധരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിൻ്റെ രാജ്യത്തിലേക്ക് പോകുവാനുള്ള വഴിയെടുക്കവും ഞെരുക്കവും അത്രേ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പലരും ശ്രമിക്കും. ഹല്ലേലൂയ. പലരും ശ്രമിക്കും. പക്ഷേ കർത്താവായ യേശുവിന് വേണ്ടി എല്ലാം വിട്ടിറങ്ങി സ്ഥാനവും മാനവും പേരും പ്രശസ്തിയും സ്റ്റേജുകളും മനുഷ്യനാൽ ലഭിക്കുന്ന സകല മഹിമയും വിട്ടെറിഞ്ഞു യേശുക്രിസ്തുവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വില കൊടുക്കേണ്ട കാര്യമാണ്. യേശുവിൻ്റെ കാലത്തുള്ള പ്രമാണിമാർ സത്യത്തിൻ്റെ പരിജ്ഞാനം അവരെ ഹൃദയകാഠിന്യം കൊണ്ട് അടയപ്പെട്ടതാണ്. കർത്താവരോട് അവരെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അവർ ദൈവത്തെക്കാൾ അധികം മനുഷ്യനാൽ ലഭിക്കുന്ന മാനത്തെ അധികം ശ്രദ്ധിച്ചു. ഇന്നും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. യേശുക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരനായ എൻ്റെ അനുഭവവും അതാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാമം ധരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ പലർക്കും കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ ദൈവത്തെക്കാൾ അധികം ലോകത്തെ സ്നേഹിക്കുന്നവയാണ്. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പേരെടുത്തുകൊണ്ട് ശുശ്രൂഷിച്ച് പരസ്യമായി ജീവിക്കുവാൻ അവർ ലജ്ജിക്കുന്നു. അങ്ങനെ ആയാൽ അവർക്ക് സ്റ്റേജുകൾ നഷ്ടപ്പെടുവില്ലേ? അവരുടെ വരുമാനം പോകില്ലേ? ഇന്നവർ ലോകത്തിൽ പ്രശസ്തരാണ്. അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു പ്രശസ്തി കിട്ടുമോ? ഇന്നവർ വിശുദ്ധന്മാരെന്ന പേര് വിളിക്കുന്നവരുടെ സ്റ്റേജിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. യേശുക്രിസ്തുവിൻ്റെ പേരിന് വേണ്ടി നിലകൊണ്ടാൽ ആ പ്രഥമ സ്ഥാനം പോകും, മാനം പോകും, പേര് പോകും, സ്റ്റേജുകൾ നഷ്ടപ്പെടും, പണമില്ലാതാകും. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ എല്ലാ കാലത്തും യേശുക്രിസ്തുവിൻ്റെ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്.
അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇനി ചുരുക്കത്തിലുള്ള വ്യക്തിയാണെങ്കിലോ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്താൻ പറ്റണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, നല്ല കാര്യം. പക്ഷെ വേർപാടും വിശുദ്ധി ആചരിക്കണം. യേശുവിന്റെ ശിഷ്യന്മാരിൽ വലിയൊരു പ്രശ്നമായിരുന്നു, ആരാണ് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, വലിയവൻ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വലിയവനാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന് ശുശ്രൂഷകനാകണം, ദാസനാകണം. ദാസനായി തീരുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആർക്കെങ്കിലും ദാസനായാൽ, ആരുടെ മുമ്പിലാണോ ഞാൻ ദാസനായി തീരുന്നത് ദൈവഹിത പ്രകാരം, ആ വ്യക്തിക്ക് എൻ്റെ മേൽ അധികാരമുണ്ടെന്നാണ്. ആ വ്യക്തിക്ക് എന്നെ ആക്ഷേപിക്കാം, ആ വ്യക്തിക്ക് എന്നെ അപമാനിക്കാം, ആ വ്യക്തിക്ക് എന്നെക്കുറിച്ച് സകല ചതവും കളവായി പറയാം. കാരണം ഞാൻ ദാസനും അദ്ദേഹം യജമാനനുമാണ്. അങ്ങനെയുള്ള യജമാനന്റെ മുമ്പിൽ ഞാൻ ശിശുവായി തീരുകയാണ്. എന്തിനു വേണ്ടി ശിശുവായി തീരും? തിന്മ ചെയ്യുന്നതിന് ശിശുവാകണം, നന്മ ചെയ്യുന്നവന് മുതിർന്നവനാകണം. യേശുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ അവസാന പീരീഡിൽ കർത്താവ് ഒരു തുവർത്തെടുത്ത് തൻ്റെ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് ഒരു ഇളിയിൽ കെട്ടിയിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി. ശീമോൻ പത്രോസിന്റെ അരികെ ചെന്ന് ശീമോൻ പത്രോസ്, കർത്താവേ, അങ്ങ് എൻ്റെ കാല് കഴുകാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ കാല് അങ്ങ് കഴുകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്, ഞാനത് കഴുകാഞ്ഞാൽ എനിക്ക് നിന്നോട് ഓഹരിയുമില്ല, യാതൊരു ബന്ധവുമില്ല. എനിക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കാലല്ല തലയും കൂടെ കഴുകണം. കുളിച്ചിരിക്കുന്നവർക്ക്, അത് യേശുക്രിസ്തു ചാനപ്പെട്ടവർക്ക് അവിടെ കാല് മാത്രം കഴിയാൻ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിന് നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരൻ്റെ പാദ ശുശ്രൂഷ ചെയ്യുക എന്ന് വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവന് വേണ്ടി ഞാൻ എളിമത്വം ധരിക്കുക, അവന് വേണ്ടി ഞാൻ ഏതു ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം ചെയ്യുവാൻ, അവനോടുള്ള ബന്ധത്തിൽ ഞാൻ അവനോട് കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവാകുന്ന ദൈവം അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശിശുവായി തീരുക എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? എളിമത്വം ധരിക്കുക. അപ്പം നമ്മുടെ മുമ്പിലുള്ള സഹോദരൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. അങ്ങനെയെങ്കിൽ ആ സഹോദരന് എന്നെക്കുറിച്ച് എന്തും പറയാം, എങ്ങനെയും പ്രവർത്തിക്കാം, എങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഉയർത്തിരിക്കാൻ പാടില്ല. അദ്ദേഹത്തോട് ഞാൻ എപ്പോഴും ക്ഷമിക്കണം. എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമ പറയുന്ന ഒരു മാനദണ്ഡം എനിക്ക് ഓരോ ദൈവത്തോട് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കണം, അദ്ദേഹത്തെ ഞാൻ ആദരിക്കണം. എൻ്റെ വാക്കുകളിൽ ഞാൻ അദ്ദേഹത്തിനോട് ആദരിച്ച് സംസാരിക്കണം. അഥവാ എന്തെങ്കിലും തെറ്റ് വന്നു പോയാൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റുപോയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമ പറഞ്ഞ് ക്രമീകരണം ചെയ്യണം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ സ്വർഗത്തിലെ ഏറ്റവും വലിയവനാകുക. സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ യേശുക്രിസ്തു മാത്രമാണ്, വേറെ ആരുമില്ല. അങ്ങനെയെങ്കിൽ ദൈവം യേശുക്രിസ്തു എന്ന കർത്താവ് നിങ്ങളെ സ്വർഗത്തിൽ ഏറ്റവും വലിയവനായി പ്രഖ്യാപിക്കുന്നു എങ്കിൽ അതുകൊണ്ട് ദൈവത്തിന് വലിയ ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. നാം എന്ന, അല്ലെങ്കിൽ ഞാനെന്ന, താങ്കളെന്ന വ്യക്തിത്വത്തെക്കുറിച്ച് കർത്താവിന് ചില പദ്ധതികളും പ്ലാനുമുണ്ട്. ആ പദ്ധതിയും പ്ലാനും എന്താണ്? തിന്മയ്ക്ക് ശിശുവായി തീരുക, നന്മയ്ക്ക് മുതിർന്നവനായി തീരുക.
യേശുക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കുക, യേശുക്രിസ്തു എന്ന നാമം ധരിക്കുക, പാപമോചനം പ്രാപിക്കുക. യേശുക്രിസ്തു നിന്നിലും എൻ്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ജനിച്ച ആ അനുഭവത്തിൻ്റെ മഹിമ ഞാൻ എന്നിലൂടെ യേശുക്രിസ്തുവിൽ കണ്ടുകൊണ്ട് കർത്താവാകുന്ന ദൈവം എന്നിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ യേശുവിന് വേണ്ടി എങ്ങനെയും എന്തുമായി തീരുക. എളിമപ്പെടണം, ദരിദ്രനാകണം, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം, പാത ശുശ്രൂഷണം. അവൻ മറ്റാർക്കും എന്നോട് ക്ഷമ പറയണ്ടെങ്കിൽ എനിക്ക് ക്ഷമ പറയണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. മറ്റാർക്കും എന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്ക് ക്ഷമ പറയണം. കാരണം എന്താണ്? എനിക്കാണ് സ്വർഗത്തിൽ വലിയവനാകേണ്ടത്. എന്നിൽ ജനിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ബീജത്തിനാണ് സ്വർഗത്തിൽ വലിയവനാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവനെ നോക്കാതെ, മറ്റുള്ളവർ എന്നോട് എങ്ങനെ ഇടപെടുന്നു എന്ന് ഞാൻ നോക്കാതെ യേശുക്രിസ്തുവിന് വേണ്ടി വിധേയനാകുക. പ്രിയരെ, സർവശക്തൻ ഈ വചനങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം തീർന്നു പോകുന്നല്ലോ. പ്രിയരെ, സ്വർഗത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും വലിയവനായി തീരുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.